ഇതാ കിടക്കുന്നത് കണ്ടോ? ഇന്ന് രാവിലത്തെ ഒരു കോലാണ് കേട്ടോ അത്. നമ്മുടെ ചാത്തപ്പല്ലേ, ചാത്തപ്പനെ നായ പിടിച്ചു. കണ്ട, ചാത്തപ്പൻ്റെ തൂവലുകളാണ് കേട്ടോ അതൊക്കെ. കണ്ടില്ലേ, 3 നായ്ക്കൾ അവിടെ കൂടിയിട്ട് പിടിച്ചത്. ഓക്കെ കടന്നിരുന്നത് ഇവിടെ അവിടെ നിന്ന് ഇങ്ങനെ വരെ കേട്ടോ. അതവിടെ ഇങ്ങനെ വരെ ഉണ്ടായിരുന്നു. അതാണെങ്കിലോ കടിച്ചിട്ടില്ലേ, ഇങ്ങനെ പൊളിച്ചിരിക്കുന്നു. അവനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ അവനെ ആക്കി. നമുക്കെന്നെ കണ്ടിട്ട് സഹിക്കണില്ല കേട്ടോ. എന്താ നിങ്ങൾക്ക് തന്നെ അറിയാലോ, നമ്മുടെ വീഡിയോയിൽ അവൻ നമ്മുടെ ഒരു ആളെപ്പോലെയാണ്. വീഡിയോയിലല്ല, നമ്മുടെ അടുത്ത് അത്ര അണക്കെള്ളം കൊണ്ടല്ലേ അവൻ വീഡിയോയിൽ വരും. എത്രയോ വീഡിയോയിൽ കണ്ടിട്ടില്ലേ അവനെ. അവൻ ഇന്നത്തെ രാവിലത്തെ കണിയാണ് നമ്മുടെ ചാത്തപ്പൻ്റെ. ചത്തിട്ടുമില്ല, അങ്ങനെ കിടക്കുന്നുണ്ട്. കണ്ടോരുള്ള മുറിയിൽ കൂടെ മരുന്നൊക്കെ തേച്ചു കൊടുത്തിട്ട് അടുത്തുള്ളവർക്കും കൂടി അത് കണ്ടിട്ട് സഹിക്കണില്ല കേട്ടോ. അവരൊക്കെ അങ്ങനെ ആക്കിയോ ചോദിക്കുക. കാരണം അവനെ നമ്മൾ ഇവിടെ എന്തോ ജീവി വന്നിട്ട് കോഴികളെ പിടിക്കേണ്ടി പറഞ്ഞിട്ട് 1 മാസത്തോളം നമ്മൾ പുതിയ വീട്ടിൻ്റെ ഉള്ളിൽ കൊട്ടയിലിട്ടിട്ട് അവനെ വളർത്തിയതാട്ടോ. പിന്നെ ഇനിയിപ്പോൾ 4 കുട്ടികളുണ്ട്. ഈ കുട്ടികളെന്നല്ല, എന്താ വെച്ചാൽ ഈ 5 കൊല്ലം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരംഗമായിട്ട് അവൻ വളർന്നു കഴിഞ്ഞാൽ അതോ എന്ത് ഭംഗി അതിനെ കാണാൻ വെച്ചിട്ടാ. എല്ലാവരും പറയും അതിനെ കൊന്ന് തിന്നൂടെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഒരാളെ നമ്മൾ ഞങ്ങളിപ്പോൾ അവിടെയല്ലേ കിടക്കുക. നമ്മളവിടെ കിടക്കുമ്പോൾ അവൻ കൂട്ടുന്ന് വിട്ട് കഴിഞ്ഞാലും ഇവിടെ അരിക്ക് വരില്ല. അവിടെ ഉമ്മർത്ത് വന്ന് നിൽക്കുന്നുണ്ടാവും അരിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് തിന്നാൻ കൊടുക്കണവരെ ബഹളം വെച്ചിട്ട് കൂവും. രാവിലെ വർക്കൗട്ടിന് മുമ്പ് ഞാൻ പുറത്ത് ലൈറ്റ് ഇട്ട് അപ്പം കോല് കൊടുക്കും. അതേപോലെ അവൻ കൂട്ടുന്നിറങ്ങി വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ കാവലൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും തിന്നാൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ടോ മാറും. അങ്ങനെ കുട്ടികളെ പോലെ കൊണ്ടു നടന്നായിരുന്നാണ്. എന്താ ഒത്തേ എന്ന് സത്യം പറയാ. ഇപ്പോൾ സമയം എത്ര വെച്ചിട്ടാ നമ്മൾ വീഡിയോ എടുക്കണമെന്നോ ഒന്നും ഇത് വിചാരിച്ചില്ല. നമുക്ക് എങ്ങോട്ട് കൊണ്ടേക്കണത്, ഒരാളെ കൊണ്ടുവന്നോലെ കൊണ്ടേക്ക. എന്താ ഇതിലൊക്കെ പാടുകൾ കണ്ടോ? ഇപ്പം അവനെ കണ്ടു കഴിഞ്ഞാലേ എങ്ങനെ പറയാ, ഫുള്ള് രോമം പോയി, കഴുത്തൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് ഇലയൊക്കെ ഇങ്ങനെ താഴ്ത്തിയിട്ട്. ഇപ്പം ഞങ്ങൾ മരുന്ന് കൊടുത്തിട്ട് കൂട്ടിലിട്ടപ്പോൾ ഉറുമ്പ് കൊത്തു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വേഗം അവനെ അവിടെ അപ്പുറത്തെ ഒരു കൊട്ടയിലാക്കിയിട്ട് അങ്ങനെ വെച്ചു. അതിങ്ങനെ ഒരു ജീവൻ്റെ ഒരു മിടുപ്പില്ലേ, ഒരു ഇതുപോലെ കാണിക്കുന്നുമ്പോൾ അത് എന്തോ ഭക്ഷണമൊക്കെ കൊടുത്ത് കഞ്ഞിയും വെള്ളമൊക്കെ കൊടുത്ത് മരുന്നൊക്കെ തേച്ച് കൊടുത്ത് കൂട്ടിൽ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. സേഫായിട്ട് ഇരുത്തിയിട്ടുണ്ട്. പക്ഷേ എത്ര വരെയെന്ന് പറയാൻ പറ്റില്ല. എന്താണ് അതിൻ്റെ ഉള്ളത്തെ അവസ്ഥ എന്നുള്ള അറിയില്ലല്ലോ. എത്ര വരെ എങ്ങനെ 5 കൊല്ലം 42 കോഴികളെ കൊണ്ടുവന്നിട്ട് ആ 42 എണ്ണത്തിൽ ഒറ്റ ആളെ ബാക്കിയുണ്ടായിരുന്നു. രാവിലെ നമ്മുടെ ഒരു മാനസികാവസ്ഥ അതിന് മനസ്സിലാവില്ല. അവന് കണ്ടാലേ തൊപ്പയൊക്കെ പോയിട്ട് ആളെ കണ്ട മനസ്സിലാവണ്ടേ. ഈ നമ്മള് ചിലവര് വിചാരിക്കും ഇതെന്താ നിങ്ങൾ ഈ കോഴീനെ പറ്റി പറയുന്നത്. നമ്മൾ നമ്മുടെ മക്കളെ നോക്കണ പോലെ. ഇപ്പൊ നമ്മളിപ്പോ മുട്ടേന്ന് അണ കടന്ന് അത് വിരിച്ചു കഴിഞ്ഞാൽ അന്നാണ് കറുത്ത പെട്ടയുടെ കുട്ടിയോളെ പോയത്. ആ കുട്ടിയോളിപ്പോ എനിക്കെന്താണ് പെട്ട പോയത്. ആ പെട്ട പോയി കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് മുതൽ കുഞ്ഞു കുട്ടികൾക്ക് നമ്മുടെ മക്കളെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ നമ്മൾ നോക്കി തിന്നാൻ കൊടുത്ത് വെള്ളം കൊടുത്ത് ആ സമയത്ത് അവരുടെ ശീലങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പം അവർ ഇത്രയാവുക. പിന്നെ അവർക്ക് നമ്മൾ വിളിക്കുകയും വർത്താനം പറയുകയും ചെയ്യുമ്പോൾ സംസാരിക്കാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർക്കെല്ലാം മനസ്സിലാവുള്ളൂ. നമ്മുടെ ചാത്തപ്പൻ എത്രയോ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, വിളിക്കുമ്പോഴേക്കും വരും. അതേപോലെ ചാത്തപ്പ അന്ന് നമ്മുടെ വീഡിയോയിൽ ഒരു കൂവൽ അവൻ്റെ ഉണ്ട്. ഒരു കൂവലില്ലാത്തൊരു വീഡിയോ അവൻ്റെ വീഡിയോ ഉണ്ടാവില്ല. കാരണം എവിടെയാണ് പറഞ്ഞാൽ ചിലർ
ചാത്തപ്പോ പറയുമ്പോഴേക്കും പകലാണ് പറഞ്ഞു, പകലല്ല നേരം വിളിച്ച് നമ്മളൊന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കൺവെട്ടത്തുനിന്ന് അവൻ മാറാത്താണ്. എപ്പോഴും നമ്മുടെ നോട്ടം കിട്ടുന്ന ഭാഗത്ത് എപ്പോഴും അവനുണ്ടായിരുന്നു. ഞാൻ എനിക്ക് അതാ സങ്കടം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ നീച്ച് കഴിഞ്ഞു വെച്ചാൽ ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് ഒറ്റ 2 പ്രാവശ്യം മറ്റും പോയിട്ടുള്ളൂ. അപ്പോഴേക്കന്നെ മത്സരടുത്ത് പറഞ്ഞു കോഴി വന്നിട്ടാണ് ഇങ്ങോട്ട് അകത്ത് വിടുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇവനെ അറിയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടിട്ട് നീ എന്തിനാടാ പോണ്, നീ തണ്ടാൻ പോണ്ട തെണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ അത് മനസ്സിലാവണുണ്ട്. ആ കൂട്ടിൻ്റെ മേലെ കൂട്ടിൻ്റെ ഉള്ളിൽ ചെറിയ കുട്ടികളുടെ കൂടെ ഇട്ടത്. അപ്പോൾ നോക്കുമ്പോൾ അവറ്റകളെ കൊത്താൻ തുടങ്ങിയപ്പോൾ ഞാൻ അവൻ്റെ കൂട്ടിൻ്റെ മേലെ കയറ്റിട്ടു. പിന്നെ നോക്കുമ്പോൾ ഞാൻ കയറ്റിയിട്ടാലേ മേലെ കിടക്കുന്നതായി. ഞാനൊരു ദിവസം നല്ല ചീത്ത പറഞ്ഞു. പിറ്റേ ദിവസം തൊട്ടിട്ട് എല്ലാം മനസ്സിലായത്. പിന്നെ ഒരു ദിവസം പോലും ഞാൻ കയറ്റിയിട്ട് വന്നിട്ടില്ല. എല്ലാ ദിവസവും അവൻ ഒറ്റയ്ക്ക് ചാടി കയറിയിട്ട് അതിന്റെ മുകളിലിരിക്കട്ടോ. അത് ഏറ്റവും സങ്കടം എന്താ ശരിക്കും തിരിച്ചു പറയില്ല, എല്ലാം മനസ്സിലാവും. എന്താ ഏട്ടൻ അതിനെ പോകുമ്പോ ഏട്ടനൊക്കെ പോവുകയാണ് പറഞ്ഞാൽ അവൻ കളിപ്പിക്കുക ഏട്ടനെ കൊത്താൻ പോണ പോലെ ഞാൻ എന്നിട്ട് പറയും ലാലേട്ടൻ കണ്ടോ ലാലേട്ടൻ കളിക്കുന്നത് എന്ത് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഏട്ടൻ ഇവിടെ ഇങ്ങനെ നിൽക്കാ വട്ടം ഇങ്ങനെ തിരിയോ. അതിങ്ങനെ കിട്ടിയ കോഴിയിൽ ഇത്ര നല്ലൊരു കോഴി ഏറെ ഉണ്ടായില്ല. വേറെ പറഞ്ഞാൽ മനസ്സിലാവണം, വേറെ ഒരുപാട് ചാത്തന്മാരുണ്ടായിരുന്നു. ഇത്രക്ക് തിരിച്ചു പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ബാക്കി എല്ലാം പറഞ്ഞത് പെട്ടെന്ന്. അതിന് ചില ആൾക്കാർക്കില്ലേ ഒരു ഇത് പറയില്ല. ചില ആൾക്കാർ പട്ടീനി നായനെയൊക്കെ വളർത്തും. ഈ പട്ടീനി നായനെ വളർത്തും വേണ്ട രീതിയിൽ ഭക്ഷണവും കൊടുക്കില്ല, അഴിച്ചും വിടും. ഇതേപോലെ മനുഷ്യന് ഉപദ്രവക്കേടായിട്ടും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉപദ്രവക്കേടായിട്ടും ആ നായക്കൾ വരുത്തി വെച്ച പുലിവാലൊന്നും ഇപ്പൊ ഇതൊന്നല്ല. നമ്മുടെ തൊട്ട വീട്ടില് പ്രൊമോട്ടന്റെ വീട്ടിൽ പോയിട്ട് ആ വീട്ടിലത്തെ മുഴുവൻ ചെരുപ്പും കടിച്ചു മുറിച്ചതിന് ശേഷം വന്നിട്ടാണ് ചാത്തപ്പനെ പിടിച്ചിരുന്നത്. അത് മാത്രല്ല, അനിയൻ പണിക്ക് പോണ സമയത്ത് അനിയനെ കടിക്കാൻ വേണ്ടി പോയിട്ട് അനിയൻ ബൈക്കിൽ നിന്ന് സ്ലിപ്പ് ആയേക്കണു. ബൈക്കിൽ നിന്ന് വീണ് ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടി കാലില് മുറി ആയേക്കണു. എന്നിട്ട് അനിയൻ എന്തായാലും നമ്മള് പപ്പീനെ അതേപോലെ വളർത്തുന്നല്ലേ. അല്ല ചില ആൾക്കാർ എങ്ങനെയാണെന്നറിയോ, കൂട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെ വേണമെങ്കിൽ വളർത്താലോ. ഒരാൾക്ക് ഒരാളെ ദ്രോഹിക്കാത്ത ഒരാളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിക്ക് എങ്ങനെ വേണമെങ്കിൽ നമ്മളെ മൃഗങ്ങളെ വളർത്താലോ. ഒരു നാട്ടിൽ മുഴുവൻ ഇന്നിപ്പോ സദര പിന്നാലെ ഓടി അവൻ വീണ് അവന് കയ്യും കാലും മക്കള് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോ മക്കൾ മാത്രല്ല അവിടെ കുറെ മക്കൾ 6:15 കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് വരിക. അപ്പൊ ഇവർക്ക് നടന്നു വരാൻ പറ്റും. ഇപ്പൊ ഒക്കെ ഏട്ടൻ പോയി കൂട്ടിയിട്ട് വരികയാണ് കേട്ടോ ചെയ്യാറ്. നമ്മളിപ്പോൾ നമ്മുടെ പപ്പൂനല്ലേ ഏതൊരു ജീവിനെ നമ്മുടെ വീട്ടിലാണോ വെച്ചാൽ നമ്മൾ നമ്മുടെ മക്കളെ പോലെ സ്നേഹിച്ചു പോകും. പിന്നെ അവരില്ലാതെ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ നമ്മളെ പോലുള്ളവർക്ക് താങ്ങാൻ പറ്റില്ല കേട്ടോ. സത്യം. എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിനക്കൊന്നും പറ്റില്ല. കാരണം ഞാൻ ഏതെങ്കിലും ഒന്ന് ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ കരഞ്ഞ് പിഴിഞ്ഞിരിക്കുന്നതാ. അപ്പം അമ്മ പറയും നിന്നെ കൊണ്ട് അത് പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുക, അവർ തിരിച്ച് നമ്മളെ സ്നേഹിക്കുക. അപ്പം നമ്മുടെ പപ്പൂനെ നമ്മൾ കുട്ടികളെ നോക്കണ പോലെ നോക്കിയിട്ടല്ല എത്ര ആയത്. നമുക്ക് അവൻ്റെ ഒരു നേരം തെറ്റിക്കഴിഞ്ഞു വെച്ചാൽ എവിടേക്കും പോവാത്തത് എന്താണെന്നറിയോ, അവനെ ഓർത്തിട്ട് ഈ ചാത്തപ്പനെ ഓർത്തിട്ടാ എവിടേക്കും പോയിട്ടില്ല. ഇപ്രാവശ്യം നമ്മൾ 2 മാസം ലീവ് എവിടേക്കും പോയില്ല. കാരണം അമ്മ ഉണ്ട് പറഞ്ഞു വെച്ചാൽ അമ്മയുടെ അടുത്ത് ധൈര്യത്തിലാക്കിയിട്ട് പോവാ. ഇത് അമ്മയും കൂടിയും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അവന് പട്ടിണി ആവില്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ വയറ് നിറച്ച് കഴിച്ചിട്ട് വരുമ്പോൾ അവർ പട്ടിണിയായി കഴിഞ്ഞു വെച്ചാൽ നമുക്ക് കഴിച്ചതിന് എന്താ ഒരു ഇതുള്ളു. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യരാണ് കേട്ടോ. വളർത്തിക്കോളി നിങ്ങൾ എവിടെ എന്തിനാ വെച്ചാൽ വളർത്തിക്കോളി. ഇപ്പോൾ നാളെ ഒരു 5 പൂച്ചക്കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് പോയി. ഇതെന്തൊരു നാട്ടും പ്രദേശം, ഇതൊരു കാടായതും കൊണ്ടാണോ? നിങ്ങളുടെ വീട്ടിൽ പെറ്റ് വളരുന്നതിനെ നിങ്ങൾക്ക് നോക്കാൻ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിവ് വേണം. ഇല്ലാതെ ഈ ഈ കുഞ്ഞിതത്രയേ ഉള്ളൂ കേട്ടോ. അതത്ര പോകുന്ന പൂച്ചക്കുട്ടികൾ 5 എണ്ണത്തിന് ഇട്ടുപോയി. അതവിടെ ഒന്ന് ചത്തു കിടക്കണ്ടായിരുന്നു ഇങ്ങോട്ട് വണ്ടി ഇടിച്ചിട്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണതില്ലേ? നിങ്ങൾ ഇതൊരു ജന്മല്ലേ, മനുഷ്യജന്മം പോലെ തന്നെ ഒരു ജന്മം തന്നെയല്ലേ അവർക്കും ദൈവം കൊടുത്തിട്ടുണ്ടാവുക. പറ്റണോര് വളർത്താൻ പറ്റാത്തൊരു വളർത്തണ്ട. ഞങ്ങളിപ്പോ ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞു കേട്ടോ, ഒരു ചേച്ചി പറഞ്ഞു, ചേച്ചി പ്രസി നിനക്ക് ചെറിയൊരു നായക്കുട്ടീനെ തരട്ടെ, ഒരുപാട് വളരാത്തത് ചെറുത് വണ്ടിയിലും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പറഞ്ഞിട്ട് ആ ചേച്ചി പറഞ്ഞു കേട്ടോ. എൻ്റെ വീട്ടിലുണ്ട്, നീ നല്ല നോക്കണ് കണ്ടിട്ട് തരാം. ഞാൻ എന്താ വിചാരിച്ചത് അറിയാം, നമ്മുടെ പപ്പൂന് അത് ചിലപ്പോൾ അത് താങ്ങില്ല. കാരണം സഹിക്കില്ല. ഞാനപ്പോ പറഞ്ഞു ചേച്ചിയുടെ അടുത്ത് വേണ്ട ചേച്ചി നമുക്ക് പപ്പു ഉണ്ടല്ലോ അത് മതിയല്ലോ. ഞങ്ങള് വൈകുന്നേരം ആയ ചാത്തപ്പൻ അങ്ങനെ പിടിച്ച് കാലൊക്കെ ഇങ്ങനെ വയസ്സനായി കാലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികളുടെ പോലെ അച്ചുട്ടിക്കൊന്നും തീരെ താങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. പെണ്ണൊക്കെ ഭയങ്കര ഒരു ഇതാണ് പറഞ്ഞല്ലേ. എല്ലാവരും ഓരോ സംക്രാന്തി വരുമ്പോൾ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷം വരുമ്പോൾ നിങ്ങളാ ചാത്തപ്പനെ തട്ടിക്കൂടെ, നിങ്ങളാ ചാത്തപ്പനെ. അപ്പം ഞാൻ പറയും നമ്മുടെ മക്കളെ പോലെ നോക്കിയിട്ട് എങ്ങനെ അതിനെ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഏതൊരു മനുഷ്യൻ ഞാൻ പറയാൻ കേട്ടോ, മനുഷ്യർ നമ്മളൊരു ജീവിനെ പറ്റി വെച്ച വളർത്തുക, ഇല്ലെങ്കിൽ ഇങ്ങനെ അഴിച്ചു വിടാനും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ആരും വളർത്താതിരിക്കില്ല. ഇനി അവനൊന്ന് എണീറ്റ് നടക്കേണ്ട ഒരു കാലം വരുമോ ദൈവത്തിനറിയാം.
ഇനി പുറം എന്തായാലും മുഴുവൻ കടിച്ചു പൊളിച്ചു. ഈ പോയ രോമങ്ങൾ തിരിച്ചു വരുമോ? രോമങ്ങളൊന്നും തിരിച്ചു വരില്ല, അതിന്റെ ഭംഗിയും തിരിച്ചു വരില്ല. എണീറ്റ് ഭംഗി നടന്ന് കിട്ടിയാലും മതി, ചന്തൊന്നും ചന്തൊന്നും വേണ്ട, വേണ്ട. ജീവനോടെ കിട്ടിയാൽ മതി. പക്ഷെ അതൊന്നും ഒരു പ്രതീക്ഷ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ അതിന്റെ കടത്തം കണ്ടു കഴിഞ്ഞാൽ സൈക്കിളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത് കൊണ്ട് ഈ മുതുവിന്റെ അവിടെ വലിയൊരു ഗോള് പോലെയൊക്കെയായിരുന്നു. രക്തം യൂട്യൂബിൽ കാണിക്കാൻ പറ്റില്ല, അപ്പൊ അതുകൊണ്ട് നമ്മൾ കാണിക്കാതെ. ബേക്കിലാണ് പറഞ്ഞു വെച്ചാൽ ബേക്കിന്റെ അവിടെ കടിച്ചിങ്ങനെ ഒരു ഭാഗം എടുത്തേക്കണു. പിന്നെ കഴുത്താണ് വെച്ചാൽ ഒടിഞ്ഞ പോലെ ആയിക്കണു. ഇനി എന്താണ് നിങ്ങൾക്ക്? ഞാൻ ഇത് പറയല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു എന്താ കോഴിയായിരിക്കും, ഇറച്ചിക്ക് വേണ്ടിയിട്ട് കൂട്ടാൻ വെക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനാണ് ഐറ്റങ്ങളൊക്കെ. ഞങ്ങൾക്ക് ഐറ്റങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് ഇതാവുക പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് നല്ല പൊള്ളൽ വരും. ഞാൻ ഇനിയും പറയണം, ഇതിപ്പോ ആര് ചെയ്തോ എന്തോ ചെയ്തോ എന്നല്ല ഞാൻ പറയുന്നത്, അടുത്തുള്ളവരെയാണ്. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് എന്തായാലും പറ്റുന്നിടത്ത് പരാതിപ്പെടുക, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെങ്കിൽ ചെയ്യാം. ഇനിയിപ്പോ മക്കളെ ഞാൻ പറയട്ടെ, പിന്നെ പറഞ്ഞിട്ട് അല്ല, ഒരു ചെരുപ്പ് പോയി കഴിഞ്ഞാൽ ചെരുപ്പ് വാങ്ങാൻ പറ്റും. ഒരു പാത്രം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഇന്നല്ലെങ്കിൽ നാളെ. പക്ഷെ ഒരു ജീവൻ പോയാൽ അത് തിരിച്ചു കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. എത്രയും ഇന്നലെ ഇപ്പോൾ മണ്ണാർക്കാട് നിന്നൊക്കെ ഒരു ചേച്ചി പറഞ്ഞു പ്രസിയുടെ ഇതാ ചാത്തപ്പൻ. കാരണം അവര് വന്നപ്പോൾ തന്നെ അത്ഭുതം. കാരണം നമ്മുടെ അടുക്കളയുടെ ആ സൈഡിൽ അവൻ നിൽക്കുന്നുണ്ട്. ഇനി ഇല്ല പറഞ്ഞു വെച്ചാൽ എവിടെയെന്ന് അറിയാൻ ഈ പപ്പുവിന്റെ കൂട് കണ്ടോ? ഈ പപ്പുവിന്റെ 4 ഭാഗത്തുണ്ടാവും. പപ്പുവിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തിന്നാലും കൂടി പപ്പു, അതാണ് പ്രശ്നം. കാരണം ഇവറ്റങ്ങൾക്ക് അറിയില്ല, ഇവരെന്താ വെച്ചാൽ നമ്മുടെ പപ്പുവിനും ഇവരെയൊക്കെ ഒന്നിച്ചല്ലേ വളർത്തുന്നത്. നായ്ക്കളെ കണ്ടാലും ഓടണം എന്നും അറിയില്ല, അവിടെ നിന്നോടും. ഈ ഭാഗത്ത് എത്ര ആൾക്കാരുടെയെന്ന് അറിയോ? നമ്മുടെ മാത്രമെന്നല്ല, എത്ര ഒരു വീട്ടിൽ നായ്ക്കള് കാരണം. അപ്പോൾ നമ്മുടെ തൊട്ട് താഴത്തെ വീട്ടില് 10-30ഓളം കോഴികൾ പോയി. നമ്മുടെ 42 കോഴിയില് ആകെ ഒരു കോഴി ബാക്കിയുണ്ടല്ലോ, ബാക്കിയുള്ള അത്രയും കോഴികൾ പിടിച്ചു പോയി. ഓൽമീൻ്റെ ഒക്കെ തേച്ച് കൊടുത്ത് ഇന്നിപ്പോൾ അമ്മ പറയുന്ന ആശുപത്രി കൊണ്ടുപോകുന്നു. എന്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നത്? ഞങ്ങൾ എന്നിട്ട് തന്നെ മരുന്ന് കൊണ്ടുവന്ന് മരുന്ന് തേച്ച് കൊടുത്ത് എന്നിട്ടാണ് കേട്ടോ അവന് അവിടെ കടത്തിയിരിക്കുന്നത്. രക്ഷപ്പെടുകയാണോ എന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവരോടും ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ പട്ടികളോ പൂച്ചകളോ എന്തോ ഉണ്ടായിക്കോട്ടെ, വയസ്സായ നമ്മുടെ അച്ഛനമ്മമാർക്ക് വയസ്സായ നമ്മൾ നോക്കില്ലേ, അതുപോലെ നോക്കി എങ്ങനെ സ്നേഹമുള്ള സാധനങ്ങൾ എങ്ങനെ നമുക്ക് അഴിച്ചുവിടാൻ തോന്നുക, അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ തോന്നുക, എനിക്കറിയുന്നില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് തന്നെ അന്ന് സങ്കടം വന്നു. പെരും മഴയത്ത് ഇതത്രയേ ഉള്ളൂ, കുഞ്ഞു കുഞ്ഞു പൂച്ചക്കുട്ടികൾ, എന്തോ ഒരു ചന്തള്ള പൂച്ചക്കുട്ടികളാ വെച്ചിട്ടാ കാണാൻ. എന്നിട്ട് അത് പിറ്റേ ദിവസം അത് ചത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ നമുക്കതിനേക്കാട്ടിൽ വിഷമമായി. ആരോ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടതാണ്, അല്ലാതെ പെട്ടെന്ന് ഒരു 5 പൂച്ചക്കുട്ടികളും ഇങ്ങോട്ട് വരില്ലല്ലോ അല്ലേ. അതേപോലെ തന്നെ എന്താ നമ്മൾ കനാൽ കൂടെ പോകുമ്പോൾ ഇതെത്ര പോകുന്ന നായ്ക്കുട്ടികളിലെ സൂന് ഉരുണ്ടിട്ടുള്ള നായ്ക്കുട്ടികളുണ്ടാവും. ചിലപ്പോൾ ഈ ബൈക്കിന്റെ ഇടയിൽ കൂടെ പോയിട്ട് അതിന്റെ ജീവനും തെരുവ് നായ്ക്കളായിരിക്കും. അതൊക്കെ തെരുവ് നായ്ക്കൾ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ആരും എന്താണെന്ന് അറിയത്തില്ല. ഇതൊരു വീട്ടിന്റെ മേലെ എപ്പോഴും ഈ 4-5 എപ്പോഴും ഉള്ളതാണ്. നമുക്ക് അറിയുന്ന വീടാണ്. ഇവിടുന്ന് ഒരു 5-6 വീട് അപ്പുറത്തുള്ളതാണ്. അവർ വീട്ടിന്റെ മേലെ എന്നും ഈ 5-6 നായ്ക്കളുള്ളതാണ്. അവർ തിന്നാൻ കൊടുത്തിട്ടാണ് ആ നായ്ക്കൾ അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ അവർക്കത് വളർത്തണമെങ്കിൽ അത് നേരവണ്ണം വളർത്തിക്കൂടെ? അല്ലാതെ ഇത് തെരുവിൽ അവിടെ ഇവിടെ അലഞ്ഞു കിടക്കണമെന്നല്ല. അവരുടെ വീട്ടിലുള്ള നായ്ക്കളാണ്. തൊട്ട വീട്ടിൽ ഒരു വീട്ടിലിപ്പോൾ ചെരുപ്പ് പുറത്തേക്കിടാൻ പറ്റില്ല. ചെരുപ്പ് പുറത്തേക്കിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇതല്ലേ എൻ്റെ പുതിയ ചെരുപ്പ് അല്ലേ, ഇത് പുതിയ ചെരുപ്പ് വാങ്ങി അന്ന് രാവിലെ കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് അപ്പം കൊണ്ടുപോയിട്ട് കടിച്ചു കയറിയാണ്. ഇതാണ് എല്ലാ വീട്ടിലത്തെ അവസ്ഥ. ബുദ്ധിമുട്ട് വരുന്നത് വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പോൾ ഇനി എന്തായാലും വേറെ ഒന്നും പറയുന്നില്ല കേട്ടോ. നമ്മൾ വിശേഷം നിർത്തുകയാണെങ്കിൽ കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക.